അതായത് 3 മിനിറ്റിൽ താഴെ മാത്രമാണ് ഈ പ്രതി ബാങ്കിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ആ ഒരു സമയം കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ മോഷണം നടത്തിയ ശേഷം ഇവിടെ നിന്നും പുറത്തേക്ക് പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ റൂറൽ SP ഇതുവരേക്കും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഫിംഗർ പ്രിന്റ് ബ്യൂറോയും ഫോറൻസിക് സംഘവും ഒക്കെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ആ രീതിക്ക് ലഭ്യമാവുകയാണെങ്കിൽ അത് കേസിന് ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു പരിശോധന നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പ്രതി പോയത് തൃശ്ശൂർ ഭാഗത്തേക്ക് ഈ ഉള്ള സ്കൂട്ടറിലാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നേരെ ഹൈവേയിലേക്ക് പോവുകയാണെങ്കിൽ ആ ഭാഗത്തുകൂടിയുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഇതൊക്കെ തന്നെ നടത്തുകയാണ്. ഈ പ്രതിയുടെ വാഹനത്തിൻ്റെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്തായാലും അതാണ് പ്രാഥമികമായി നടത്തുന്നത്. അതിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ പിന്നീട് ഇയാൾ ഏത് ദിശയിലേക്കാണ് പോയത്, അതായത് ആദ്യം തൃശ്ശൂർ ദിശയിലേക്കാണ് പോയത്, ഒരുപക്ഷെ അത് പോലീസിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലെയൊക്കെ, അതായത് എല്ലാവരെയും കബളിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു കാര്യമായി തന്നെയും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മാർഗങ്ങളും പോലീസ് നോക്കുന്നുണ്ട്. ചാലക്കുടി നഗരം മുഴുവൻ തന്നെ, അതായത് ഈ സംഭവം നടന്ന അധികം വൈകാതെ തന്നെ ഒരു 5 മിനിറ്റിനകം തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഈ നഗരത്തിലുടനീളം പരിശോധനകളൊക്കെ തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇതുവരേക്കും പ്രതിയിലേക്ക് എത്താൻ വെറും 3 മിനിറ്റ് കൊണ്ട് ഒരു ബാങ്കിൽ കയറി മോഷണം നടത്തി ഒരു കള്ളൻ മടങ്ങിയിരിക്കുന്നു. 15 ലക്ഷത്തോളം രൂപയാണ് അയാൾ ഈ 3 മിനിറ്റ് നീണ്ട മോഷണത്തിനിടയിൽ കവർന്നത്. ആകെ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ശുചിമുറിക്കുള്ളിൽ പൂട്ടിയ ശേഷമാണ് ഇയാൾ ഈ കവർച്ച നടത്തിയത്.